ഇതാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീസ്. നമുക്കൊരു ദിവസം മഞ്ഞിൽ അടിച്ച് പൊളിച്ച് ചില്ലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണാലി കുളുവൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കോഴിക്കോട് വരെ പോയാൽ മതി. അത്യാവശ്യം ചാർജ് ഉണ്ട്. ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് കിഡ്സിന് വലിയവരിനെയൊക്കെ തീരുമാനിക്കുക. അതനുസരിച്ച് ചാർജിൽ വ്യത്യാസമുണ്ട്. എന്നാലും അവർ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തരുന്നുണ്ട് കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള ടിക്കറ്റാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 10,000-3000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കിടക്കുമ്പോൾ നമ്മളിട്ട് വന്ന ഷൂ എല്ലാം അവിടെ അഴിച്ചു കൊടുക്കണം. അതെടുത്ത് വെക്കാനൊക്കെ സ്ഥലമുണ്ട്. നമുക്കതിനുള്ളൊരു കവർ തരും. അപ്പോൾ എല്ലാവരും ഷൂ അഴിച്ചിട്ട് അവിടെ കൊടുക്കുക. പിന്നെ അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ സെറ്റ് ചെയ്യാനുള്ളൊരു ഡ്രസ്സിങ് ഉണ്ട്. ഷൂവിന് പകരം അവരുടെ വക നമുക്കൊരു മഞ്ഞിലൊക്കെ ചവിട്ടി നടക്കാനുള്ളൊരു ഷൂ തരും. പിന്നെ അതേപോലെ കൈയുടെ മുകളിലിടാനുള്ള ഗ്ലൗസ് തരും. എല്ലാം നല്ല വെൽ സെറ്റപ്പാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് തന്നെയാണ് നമുക്ക് തരുന്നത്. ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ടുള്ളത് തന്നെ തരാം. കോട്ടുണ്ട്, ഹാൻഡ് ഗ്ലൗസ് ഉണ്ട്, പിന്നെ ഷൂ ഉണ്ട്. അപ്പോൾ അത് ഇരുന്ന് സെറ്റ് ചെയ്യാൻ, അത് ഇടാനുള്ള ഒരു സ്ഥലം നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ പോയിരുന്നിട്ട് നമ്മളെല്ലാവരും അതെല്ലാം ധരിക്കണം. എന്തായാലും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ധരിക്കാൻ നല്ല അതായത് തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈയും ഇടാനുള്ള ഗ്ലൗസ്, കാലും ഇടാനുള്ളത് എല്ലാം ഉണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞ് റെഡി ആയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവർ നമുക്ക് തുറന്നു തരും. കാരണം അപ്പോഴും അടച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഭയങ്കര തണുപ്പാണുള്ളിൽ. ഇനി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എന്തായാലും ഒരിക്കൽ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പും കാര്യങ്ങളും, മഞ്ഞെടുത്ത് എറിയാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പോയവരൊക്കെ അഭിപ്രായം പറയുക. അപ്പം ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലെ കാഴ്ചകൾ ഇനി കാണാം.